ഹായ് ഫ്രണ്ട്സ്, ആരാമ ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ് എങ്ങനെ പോട്ട് ചെയ്യണം എന്നുള്ളതാണ്. മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ സീഡ്ലിങ്സിൻ്റെ സെയിൽ വീഡിയോ. അപ്പോൾ അതിൽ കുറേ പേര് നമ്മുടെ ഇന്ന് പ്ലാന്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു ഡൗട്ടുണ്ട്, അത് കറക്റ്റായിട്ട് എങ്ങനെ പോട്ട് ചെയ്ത് എടുക്കണം എന്നുള്ളത്. കറക്റ്റായിട്ട് പൂവും പ്ലാന്റ്സ് നഷ്ടപ്പെടാതെ എങ്ങനെ പോട്ട് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആരാമ ഫ്ലവേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ അപ്പോൾ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സ് വന്നിട്ട് ഈ ഒരു സൈസൊക്കെയാണ് നമുക്ക് നോർമലായിട്ട് വരുന്നത്. അപ്പോൾ പല പ്ലാന്റ് പല സൈസായിരിക്കും. നമുക്ക് 120-ൻ്റെ വെച്ചിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അത് 10 പ്ലാന്റ് എന്നുള്ള രീതിയിൽ കോംബോ ഓഫറും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പല പ്ലാന്റ് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ പല പ്ലാന്റ് നോക്കുമ്പോൾ പല സൈസായിരിക്കും. ഈ പ്ലാന്റ് കണ്ടോ, ഇതിന് ഈ സൈസേ ഉള്ളൂ. ഇത് വന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റീസ് കുറച്ചുണ്ട്. അതിൻ്റെ പ്ലാന്റ് കണ്ടോ, അത് എപ്പോഴും ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും കൂടുതലും വരുന്നത്. അതേസമയം തന്നെ ഇതും ഒരു വർഷത്തിൽ കൂടുതൽ പ്രായമായിട്ടുള്ള പ്ലാന്റ് ആണ്. അതിൻ്റെ ഗ്രോത്ത് കണ്ടോ, ഏത് സൈസാണെന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ ബഡ് വരെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതെല്ലാം നമ്മൾ ആ ഒരു സെയിം പ്രൈസിൽ തന്നെ കൊടുക്കുന്ന പ്ലാന്റ് ആണ്. സ്പെഷ്യൽസിന് കുറച്ച് റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ ഈ പ്ലാന്റുകൾ നമുക്ക് എങ്ങനെ പോട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു വലിയ പ്ലാന്റ് തന്നെ നമുക്ക് പോട്ട് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ഇനി അടുത്തത് പോട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിന് നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു പോട്ട് 3.5 ഇഞ്ചിന്റെ പോട്ടാണ്. നമ്മുടെ ഈ ചെറിയ സൈസ് പ്ലാന്റുകൾ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വെച്ച് ഒരു 6 മാസമൊക്കെ പ്ലാന്റ് സൈസായി കഴിയുമ്പോഴേ നമ്മൾ ഇതിന് നെക്സ്റ്റ് പോട്ടിലേക്ക് പ്ലാന്റ് സൈസ് അനുസരിച്ച് നമ്മൾ പോട്ട് ചെയ്യാം. ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ചെറിയ പോട്ടിലോട്ട് അതിനകത്തൊരു നല്ല ഗ്രോത്ത് കിട്ടിയതിന് ശേഷം അതിന് അടുത്ത പോട്ടിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതൊക്കെ ഈ പ്ലാന്റ് നമ്മൾ കുറച്ച് നാളിന് മുന്നേ പോട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് കുറേ ഷൂട്ടൊക്കെ ആയിട്ട് ഇതിനകത്ത് നന്നായിട്ട് ഗ്രോത്ത് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതൊരുവിധം ഗ്രോത്ത് ആയി എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇതിനെ അടുത്ത സൈസ് പോട്ടിലേക്ക് മാറ്റും. ഇത് അങ്ങനെ 6 ഇഞ്ച് പോട്ടാണ്. അപ്പോൾ ഓർക്കിഡിന് നമ്മൾ നന്നായിട്ട് എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി ഇതുപോലത്തെ ഹോൾസ് ഉള്ള പോട്ടിൽ തന്നെ നമ്മൾ മാക്സിമം പോട്ട് ചെയ്യണം. അതാണ് പ്ലാന്റിന്റെ ഗ്രോത്തിന് നല്ലത്. അതാണ് ഈ 2 സൈസ് പോട്ടുകളും നമുക്കിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓർക്കിഡ് മേടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പോട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പോട്ട് ചെയ്യണമെന്ന് നോക്കാം. വലിയ പ്ലാന്റുകൾ എങ്ങനെയാണ് റീപോർട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് സീഡ്ലിങ്സ് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി അടുത്തത് നമ്മൾ ഈ കരി ഉപയോഗിച്ചാണ് നമ്മൾ ഓർക്കിഡ് പോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കാരണം കരിയാണ് ഏറ്റവും നല്ലത്. പോട്ട് ചെയ്യാനായിട്ട് കരിയാണ് ഏറ്റവും നല്ലത്. നമുക്കത് കടകളിൽ മേടിക്കാൻ കിട്ടും. ട്രീറ്റ് ചെയ്ത കരി ചോദിച്ച് മേടിക്കണം. കാരണം 2 ടൈപ്പ് കരി കിട്ടും. അപ്പോൾ അതിനകത്ത് ട്രീറ്റ് ചെയ്ത കരിയാണോ എന്ന് കൺഫേം ചെയ്തിട്ട് വാങ്ങിക്കാം ഓർക്കിഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ മാക്സിമം നമുക്ക് ഈ ചെറിയ പോട്ടായതുകൊണ്ട് ഇതിനകത്ത് കൊള്ളത്തക്ക രീതിയിലുള്ള സൈസിലായിരിക്കണം കരി. അപ്പോൾ ചിലയിടത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ കുറച്ച് വലിയ കരികൾ കിട്ടും. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് നമ്മൾ പൊട്ടിച്ചിട്ട് വേണം ഇടാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ കരിയും ലഭ്യമാണ്. അപ്പോൾ അതും ചോദിക്കുവാണെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ചാക്കിലൊക്കെ കെട്ടി വെച്ചേക്കുന്നത് കൊണ്ട് ഇത് നമുക്ക് ഒന്ന് സാഫിൽ വാഷ് ചെയ്തെടുക്കണം. കാരണം സാഫിൽ വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ കുറേ നാൾ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അത് നമ്മുടെ ചെടികൾക്ക് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ സാഫിൽ ആദ്യം ഒന്ന് കഴുകി എടുത്തിട്ട് വേണം നമ്മളിത് പോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം, ഇപ്പോൾ ഇത്ര കുറച്ച് കരി ഉള്ളതുകൊണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് സാഫിന്റെ പൊടി ഇടുന്നുണ്ട്. അതിന്റെ കണക്ക് വന്നിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 5 ഗ്രാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെടിക്ക് സ്പ്രേ ചെയ്യാനാണെങ്കിലും എന്തിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ സാഫിനെ ഒരു ജസ്റ്റ് ഒരു വടി വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ സാഫൊക്കെ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു ഗ്ലൗസോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട്, കാരണം കെമിക്കൽ വളങ്ങളാണ് അതൊക്കെ. അപ്പോൾ കെമിക്കൽ ആയതുകൊണ്ട് തന്നെയും അതിനൊരു ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനകത്തേക്ക് നമ്മൾ ഈ കരികൾ ഇട്ട് കൊടുക്കും. കരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കിടന്നോട്ടെ. ഇതാണ് സാഫ് എന്നുള്ള ഫംജിസൈഡ്. ഇതൊരു ഫംജിസൈഡാണ്. ഇത് നമുക്ക് ഓർക്കിഡ് വളർത്തുന്ന എല്ലാവരും കരുതി വെക്കേണ്ട ഒരു ഫംജിസൈഡാണ്. കാരണം നമുക്ക് ഓർക്കിഡിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. അപ്പം ഇത് നമ്മൾ എന്തായാലും കരുതുക. ഇതൊരു 5 ഗ്രാം ആണ് 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്ക് അവർ പറയുന്നത്. ഇതൊരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതും നമ്മൾ ആരാമ ഫ്ലവേഴ്സിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓർക്കിഡ് വളർത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കരുതിയിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഒരാവശ്യത്തിന് നമുക്ക് പോവേണ്ടി വരത്തില്ല. അങ്ങനത്തെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഞങ്ങൾ കരുതിയിട്ടാണ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സാഫ് ഒരു 5 മിനിറ്റ് ആയി. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അതിനെ മാറ്റാം. ഇനി ഇതിനെ ഈ പോട്ടിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്തേക്ക് അതിന് മുന്നേ നമ്മൾ ഈ ചെടിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതുപോലത്തെ ഒരു ചെറിയ 1 ഇഞ്ച് പോട്ടിലായിരിക്കും നമ്മുടെ പ്ലാന്റ് വരിക. അപ്പൊ അതിനെ നമ്മൾ പതുക്കെ ഇതിൽ നിന്നും ഊരിയെടുക്കണം. നമ്മൾ പതുക്കെ ഇതിനെ തിരിച്ച് ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ ഇതിങ്ങനെ പതുക്കെ ഊരി വരും. അപ്പൊ അതിന് ഊരി വന്നതിന് ശേഷം ഈ പ്ലാന്റിൽ അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാന്റ്. ഇതൊക്കെ അതിന്റെ പുതിയ റൂട്ടുകൾ വന്നിങ്ങനെ ഫ്രഷ് റൂട്ടാണ്. അപ്പൊ നമ്മൾ ഒരു പ്ലാന്റിന്റെ ഫ്രഷ് റൂട്ട് മനസ്സിലാക്കുന്നത് ഇതാണ്. ഈ നല്ല വെള്ള കളറിൽ ടിപ്പില് ഗ്രീൻ കളറായിട്ട് വരുന്നതാണ് നമ്മൾ ഫ്രഷ് റൂട്ട്. ഇപ്പൊ നമ്മള് ചിലപ്പോൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് എല്ലാത്തിലും ഈ ഫ്രഷ് റൂട്ട് കാണണമെന്നില്ല. കാരണം ഇതുപോലത്തെ കരിഞ്ഞ റൂട്ടുകളൊക്കെ ആയിരിക്കും ഉള്ളത്. അതിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അത് നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് അവർ ചകിരിയാണ് വെച്ചേക്കുന്നത്. ഈ ചകിരിനെ നമ്മൾ പതുക്കെ കിട്ടുന്ന അത്രയും നമ്മളൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. ഇതിനകത്ത് വേര് മാത്രം ആക്കി മാക്സിമം ഇളക്കിയെടുക്കാൻ നോക്കുക. എന്നുവെച്ചാൽ അതിനൊരു എയർ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഇത്രയും നാള് ടൈറ്റ് ആയിട്ട് ഇരുന്നതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഒരുവിധം എല്ലാം പോയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ റൂട്ടുകളിൽ കുറച്ച് പഴയ റൂട്ടുകളാണെന്ന് തോന്നുവാണെന്നുള്ള റൂട്ടുകൾ, ഈ കറുപ്പ് റൂട്ടുകളൊക്കെ അല്ലേ, ഇതൊക്കെ ജസ്റ്റ് പതുക്കെ ഒന്ന് ഒരു കത്രി വെച്ച് ഒന്ന് പതുക്കെ കട്ട് ചെയ്ത് ഒന്ന് മാറ്റാം. ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഭയങ്കര പഴയ വേരുകളാണെങ്കിൽ മാത്രം മതി. ഇതൊന്നും അധികം കുഴപ്പമില്ല, എന്നാലും ഒന്ന് ക്ലീൻ ചെയ്യും. അതിനുശേഷം ഈ പ്ലാന്റും നമ്മൾ ഈ റൂട്ടിന്റെ ഭാഗം ഈ പഴയ നമ്മൾ ചകാരി കഴുകിയെടുത്ത് വയ്ക്കുന്ന സാഫിൽ ഒന്ന് കുറച്ചു നേരം ഒന്ന് മുക്കി വെക്കുക. നമ്മളൊരു 5 മിനിറ്റ് മുക്കി വെച്ചാൽ മതി. അതിനുശേഷം ഈ പ്ലാന്റ് എടുക്കുക. അതിനുശേഷം നമ്മളിത് പോട്ട് ചെയ്യാൻ പോവുക. അപ്പൊ ഈ പോട്ടിലേക്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് തന്നെ ഈ പ്ലാന്റ് ചെറുതായിട്ടൊന്ന് വച്ചതിന് ശേഷം ടൈറ്റായിട്ട് കരി സൈഡിലേക്ക് ഇട്ടിട്ട് കൊടുത്ത് ടൈറ്റ് ആക്കുക. പോട്ട് ടൈറ്റ് ആക്കുക. ഈ കരി ഇടുന്നതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാന്റിന് ഒരു ഫംഗൽ ഇൻഫെക്ഷനോ പിന്നെ നമ്മുടെ ഒച്ചിന്റെയൊക്കെ ശല്യമാണ് ഓർക്കിഡിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് കരിയിൽ കൂടുതൽ പോട്ട് ചെയ്താൽ നല്ലതായിരിക്കും. കൂടുതൽ ചകിരിയിലൊക്കെ നമ്മൾ പോട്ട് ചെയ്യുമ്പോഴേക്കും എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചകിരിയില് വെള്ളം പിടിച്ചു നിന്ന് ചകിരി ചീഞ്ഞു തുടങ്ങും. അപ്പൊ അത് നമ്മുടെ പ്ലാന്റിന്റെ ഗ്രോത്ത് വേരിനെയൊക്കെ ബാധിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതൽ കരിയിൽ വീട്ടിൽ ആവശ്യമുള്ളവരൊക്കെ നടുന്നവരൊക്കെ കൂടുതൽ കരിയിൽ പോട്ട് ചെയ്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീപോർട്ട് ചെയ്യുന്നതിന്റെ ആവശ്യം വേണ്ടി വരില്ല. അപ്പൊ ഇത് നമ്മളിപ്പം കഴിഞ്ഞു. ഇപ്പം ഇത്രേ ഉള്ളൂ ഓർക്കിഡിന്റെ പോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ ഭാഗം, നമ്മുടെ ഓർക്കിഡിന്റെ ഈ ഭാഗമാണ് അതിന്റെ ക്രൗൺ ഏരിയ. ക്രൗൺ ഏരിയ കൂടുതലായിട്ട് കവർ ആവരുത്. കാരണം ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് പുതിയ പുതിയ ഷൂട്ടുകൾ പൊട്ടി വരുന്നത്. അപ്പൊ ഇത് മൊത്തത്തിൽ ചിലര് പോട്ട് ചെയ്യണ കാണാം, ഇത് മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്തങ്ങ് വയ്ക്കും. അപ്പൊ ഇതിന് പുതിയ ഷൂട്ടുകൾ വരാനുള്ള സ്ഥലം കാണില്ല, അതിന് വളർന്നു വരാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇതിനകത്ത് നമ്മളൊരു സ്പേസ് വിട്ട് അതിനകത്ത് അധികം കൊണ്ടുവന്ന് കരി വെച്ച് ഫില്ല് ചെയ്യരുത്. അപ്പം ഗ്രോത്ത് കിട്ടില്ല പ്ലാന്റിന്. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കിഡ് സെറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. അപ്പൊ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇത് പോട്ട് ചെയ്ത് കഴിഞ്ഞ് നോക്കി കഴിയുമ്പോൾ ഇതിനകത്തുള്ള പുതിയ റൂട്ടുകൾ ഇവിടെ നിന്ന് വന്ന് ഈ കരിയിലോട്ടൊക്കെ പിടിക്കാൻ തുടങ്ങും. ഇത് നമ്മൾ ഒരു കയറ് വെച്ച് തൂക്കി ഒരു 11 മണി വരെ വെയില്, നല്ല രാവിലത്തെ 11 മണി വരെയുള്ള വെയില് കിട്ടുന്നിടത്തായിട്ട് തൂക്കിയിടുക. എന്ന് വെച്ചാൽ ഈ പ്ലാന്റ് ഭയങ്കരമായിട്ട് അനങ്ങിക്കൊണ്ടേ ഇരിക്കരുത്. ഒരിടത്ത് തൂക്കിയിട്ട കുറെ നാളത്തേക്ക് അവിടെ തന്നെ തൂക്കിയിടാൻ നോക്കുക. ചിലര് കുറച്ച് നാൾ ഒരിടത്ത് തൂക്കിയിടും, പിന്നെ കുറെ നാളെടുത്ത് വേറൊരു തൂക്കിയിടും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒരിടത്തെ വെയില് അതിന് പിടിച്ചു കഴിഞ്ഞാൽ മാക്സിമം അവിടെ തന്നെ തൂക്കിയിടാൻ നോക്കുക. അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും അവിടെ നിന്ന് സ്ഥലം മാറ്റുക. അപ്പൊ അതിന് വീണ്ടും ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് പിടിച്ചു കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഒരിടത്ത് നമുക്ക് രാവിലെ 11 മണി വരെ, അതിനുശേഷമുള്ള വെയിൽ ഭയങ്കരമായിട്ട് ഈ ഓർക്കിഡിന് വേണ്ട തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ ലീഫിലൊക്കെ ഒരു മഞ്ഞ വന്ന് ലീഫ് ഉണങ്ങി പോകാനൊക്കെ ചാൻസ് കൂടുതലായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്ഥലത്തായിട്ട് ഇതിനെ ഹാങ് ചെയ്ത് ഇടുക. ഇതാണ് നമ്മുടെ ഓർക്കിഡ് പോട്ടിങ്. ഇത്രയേ ഉള്ളൂ. എളുപ്പം നമ്മൾ ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു ഓർക്കിഡ് കൊണ്ടുവച്ചാൽ വെറുതെ കൊണ്ടുവച്ചിട്ട് അതിന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ലെങ്കിൽ ഈ പ്ലാന്റ് എങ്ങനെ വച്ചോ അങ്ങനെ തന്നെ ഇരിക്കും. കാരണം ഈ പ്ലാന്റിന് വളരാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും ഈ കരിയിൽ അധികം കിട്ടാനില്ല. നമ്മൾ മണ്ണിലല്ലല്ലോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് മാത്രമേ ഈ ഓർക്കിഡിന് കിട്ടാനുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കറക്റ്റായിട്ട് ഇതിന് വളം കൊടുക്കണം. ഈ വളം കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ വെള്ളം കൊടുക്കുന്നതും വളരെയധികം സൂക്ഷിച്ച് വേണം നമ്മൾ ചെടികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം എപ്പോഴും നമ്മൾ രാവിലെ സമയങ്ങളിൽ മാത്രം നമ്മൾ ചെടികൾക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യുക. ഓർക്കിഡ്സിനാണ് പ്രത്യേകിച്ച്. കാരണം ഫെലനോപ്സിസിനൊക്കെ മെയിനായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രോബ്ലംസ് ആണ് നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ രാവിലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ഈ ഇടഭാഗത്തൊക്കെ കെട്ടി നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ രാവിലെ ഭാഗത്ത് വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അടുത്ത് വരുന്ന ചൂട് വെയിലൊക്കെ ഏറ്റിട്ട് അതിനകത്തുള്ള ആ ഇടയിലുള്ള വെള്ളം എല്ലാം വറ്റിപ്പോകും. അതേസമയം നമ്മൾ അത് കറക്റ്റായിട്ട് ഒഴിച്ചില്ല, വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഇടഭാഗത്ത് നിന്നതിന് ശേഷം ഫെലനോപ്സിസിനാണെങ്കിലൊക്കെ ചീച്ചിലുണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് ഈ പ്ലാന്റിന് എന്തൊക്കെ വളങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് നോക്കാം. ഇത് ഗ്രീൻ കെയറിന്റെ 30-10-10 ആണ്. ഇതാണ് നമ്മുടെ ഗ്രോത്തിന് കൊടുക്കുന്ന വളം. ഇതാണ് 30-10-10 എന്ന് പറഞ്ഞാൽ നൈട്രജൻ, പൊട്ടാഷ്, ഫോസ്ഫറസ്, പൊട്ടാഷിന്റെ കണ്ടന്റ് ആണ് ഇതിനകത്തുള്ളത്. 30% നൈട്രജൻ ആണ്, അപ്പൊ അതിന്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. 10% ഫോസ്ഫറസ് അതിന്റെ വേരിന്റെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 10% പൊട്ടാഷ് കണ്ടന്റ് ഉള്ള വളമാണിത്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ പ്രായത്തിലുള്ള പ്ലാന്റ്സിന് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട വളം ഇതാണ്. അതേസമയം 13-27-27 എന്നുള്ള ഒരു വളമുണ്ട്. അത് വന്നിട്ട് പൂക്കാനും ആ സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് പ്രായമായി കഴിയുമ്പോഴത്തേക്ക് കൊടുക്കേണ്ട വളമാണ് അത്. ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ 30-10-10 ഇട്ട് കൊടുക്കുകയാണ്. അത് നോക്കുവാണെങ്കിൽ പച്ച കളർ, ക്രിസ്റ്റൽ ടൈപ്പ് പച്ച കളറായിരിക്കും 30-10-10. അതേസമയം 13-27-27 മഞ്ഞ കളറായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് മിക്സ് ചെയ്താൽ മതി. ഇത് നന്നായിട്ട് വെള്ളത്തിൽ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനെ നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നിറയ്ക്കുവാണ്. സ്പ്രേ ബോട്ടിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നിറച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ്. 5 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കാണ് നമ്മളിതിൽ ചെടികൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എടുക്കുന്ന ഡോസേജ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ സ്പ്രേ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഇത് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് നല്ല പുതിയ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ വരത്തുള്ളൂ. കാരണം നമുക്ക് ഇത് വേറൊരു വളം ഇതിന് കിട്ടാനില്ല, അതുകൊണ്ടാണ്. പ്ലാന്റ് നിങ്ങൾ പോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരാഴ്ച ഒന്ന് സെറ്റായതിനു ശേഷം മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. കാരണം ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഉടനെ സെറ്റ് ചെയ്ത ഉടനെ കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഒരാഴ്ച ഒന്ന് വേരൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ലീഫിലും റൂട്ടിലും എല്ലാം ഫുള്ളായിട്ട് നനയത്തക്ക രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സാഫും ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ സാഫും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അസുഖങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കരുത്. അതിനുള്ളിൽ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക മാക്സിമം നോക്കുക. ഈ രാസവളങ്ങൾ കൂടാതെ തന്നെ നമ്മുടെ വീട്ടിലെ വളങ്ങൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കപ്പലിൻ്റെ പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് അതിൻ്റെ തെളി 10 ഇരട്ടി 15 ഇരട്ടി നേർപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ മഴ സമയത്ത് ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ചൂടുള്ള സമയത്ത് മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നാളികേരത്തിൻ്റെ വെള്ളം വളരെ നല്ലതാണ്. അതും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നു. നമ്മുടെ ഓഫറിലുള്ള സീഡ്ലിങ്സ് ഇപ്പോഴും അവൈലബിൾ ആണ്. പുതിയ സ്റ്റോക്ക് വന്നതിൻ്റെ വീഡിയോ ആണത്. ഏതാണ്ട് 40 കൂടുതൽ കളേഴ്സ് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുവാണെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാറ്റലോഗ് വഴിയും നിങ്ങൾക്ക് പ്ലാൻ സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഡീറ്റെയിൽസും അയച്ചു തരാം. ഓക്കെ, അപ്പോൾ പൂക്കളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.